US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ അമേരിക്കൻ മാർക്കറ്റിനെയും കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഡോ ജോൺസ് 427 പോയിന്റും S&P 1.78%, നാസ്ഡാക്ക് 2.61% ഇടിഞ്ഞു. ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. ഓട്ടോമൊബൈൽ കമ്പനികളെ താരിഫ് നിരക്കിൽ നിന്നും ഒരു മാസത്തെ ഒഴിവ് അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെന്റം വന്നത്. പക്ഷേ ഈ ബൈയിങ് മൊമെന്റം വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സസ്റ്റെയിൻ ആയില്ല. ഡൊണാൾഡ് ട്രംപിന്റെ പല പോളിസികളുടെയും ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലയിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായി. കൂടാതെ അമേരിക്കൻ സെനറ്റും ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുകയും വാൾസ്ട്രീറ്റിനേക്കാൾ പ്രധാനം മെയിൻ സ്ട്രീറ്റ് ആണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് നിക്ഷേപകരുടെ കോൺഫിഡൻസിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റിലും പ്രകടമാണ്. ജപ്പാന്റെ ഇൻഡെക്സ് 1.57%, കൊറിയൻ ഇൻഡെക്സ് 1.42% ഇടിയുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറി 2377 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1617 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കൽപ്പത്താരു പ്രോജക്ട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ്. കൽപ്പത്താരു പ്രോജക്ട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 2306 കോടി രൂപയുടെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന കമ്പനി ജിൻഡാൽ കോക്കിലുള്ള 26% സ്റ്റേക്ക് സെയിൽ നടത്തുകയും ഏകദേശം 195 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയും ചെയ്തു. ഐറിസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയെ ഐറിസ് ലൈഫ് സയൻസ് 862 കോടി രൂപയ്ക്ക് സെൽ ചെയ്തിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിക്ക് 577 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കമ്പനിയുടെ ടോട്ടൽ ഓർഡർ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ഓർഡർ 13,724 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ബജാജ് ഫിൻസർവ് എന്ന കമ്പനിയുടെ അൺലിസ്റ്റഡ് സബ്സിഡറിയായ ബജാജ് അലയൻസ് ജനറലിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം 1080 കോടിയിൽ നിന്നും 1219 കോടിയിലേക്ക് ഉയർന്നു. ഏജന്റിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ബയോകോൺ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ബയോകോൺ ലോജിസ്റ്റിക്സും സിവിക്കയും ഇൻസുലിൻ അഫോർഡബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു കൊളാബറേഷൻ ഡീലിൽ ഒപ്പുവെച്ചു. അവന്യൂ സൂപ്പർമാർട്ട് എന്ന കമ്പനി തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ ഓരോ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 396ലേക്ക് എത്തിയിട്ടുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനിക്കും താരിഫ് ബേസ്ഡ് ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രി എന്ന കമ്പനിക്ക് 18 കോടി രൂപയുടെ GST ടാക്സ് ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മംഗളം സിമൻറ്റ് എന്ന കമ്പനിക്ക് 11 കോടി രൂപയുടെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് വരത്തക്ക രീതിയിൽ ഒരു റീഅസസ്മെൻറ്റ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ലൗറസ് ലാബാണ്. ലൗറസ് ലാബ് KRKA ഫാർമ എന്ന കമ്പനിയെ 83 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. RVNL എന്ന കമ്പനിക്ക് 186 കോടി രൂപയുടെ ഓർഡർ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് എന്ന കമ്പനി മേറു ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്കുകൾ 120 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഒമാക്സ് എന്ന കമ്പനിയുടെ ഫരീദാബാദിലെയും ഹരിയാനയിലെയും പുതിയ 2 പ്രോജക്റ്റുകൾക്ക് റേറ രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്തു. ആരതി ട്രക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ പ്രൊമോട്ടർ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ്ഡ് ആയി എന്നതുമായി ബന്ധപ്പെട്ട് സെബി ഒരു വാർണിംഗ് ലെറ്റർ അയച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആരതി ഡ്രഗ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്